UDF നേതാക്കളുടെ കഠിന പ്രയത്നത്തിന്റെ വിജയമാണ് നിലമ്പൂരിലെന്ന് KPC അധ്യക്ഷൻ സണ്ണി ജോസഫ് 24നോട്. മുന്നണിയുടെ ലീഡർ എന്ന നിലയിലുള്ള റോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ വഹിച്ചു. PV അൻവറിന്റെ UDF പ്രവേശനം മുന്നണി ആലോചിക്കണമെന്നും സണ്ണി ജോസഫ് പ്രതികരിച്ചു. കണ്ണൂരിൽ നിന്നും അരുൺ പൂപ്പറമ്പ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. നിലമ്പൂരിലെ ഉജ്ജ്വലമായ വിജയത്തിന് ശേഷം KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് 24നോടൊപ്പം ചേരുകയാണ്. പ്രസിഡന്റ്, വലിയ വിജയമാണ്, എന്താണിപ്പോൾ തോന്നുന്നത്? ഞങ്ങൾക്ക് ആത്മവിശ്വാസവും കരുത്തും പകരുന്ന വിജയമാണ് നിലമ്പൂർ ജനത സമ്മാനിച്ചത്. LDF സർക്കാരിൻ്റെ ദുർഭരണത്തിനെതിരെയുള്ളൊരു വിധിയെഴുത്താണിത്. ജനകീയമായിട്ടുള്ള ജീവൽ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ UDF ആദ്യം മുതലേ പ്രചരണം തുടങ്ങിയത്. വിലക്കയറ്റം അത് വീട്ടമ്മമാരും സാധാരണക്കാരും അനുഭവിക്കുന്ന രൂക്ഷമായൊരു പ്രശ്നമാണ്. ഈ ഗവൺമെൻറ് അതിന് പരിഹാര നടപടികൾ സ്വീകരിക്കുന്നില്ല. തൊഴിലില്ലായ്മ, യുവാക്കൾ, അഭ്യസ്ത വിദ്യർ പ്രത്യേകിച്ച് അനുഭവിക്കുന്ന പ്രയാസമാണ്. കേരളത്തിൻ്റെ ഒരു സവിശേഷതയാണത്. അതിന് പരിഹാരമില്ല. എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ അത് പാർട്ടിക്കാർക്ക് അനധികൃത നിയമനം വഴി വിഭജിച്ച് നൽകുന്നു. അതാണ് ഞങ്ങൾ ഉയർത്തിയത്. ആശാ വർക്കർമാരുടെ സമരം, ആ സമരത്തെ ഗവൺമെൻറ് പുച്ഛിച്ച് തള്ളുകയാണ്. അതിന് പരിഹാരമുണ്ടാക്കുന്നതിന് പകരം അവരെ അവഹേളിക്കുകയാണ്. അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ പോലും റദ്ദ് ചെയ്യുകയാണ്. ഒരു ഭാഗത്ത് ആ നിലപാട് സ്വീകരിക്കുമ്പോൾ മറുഭാഗത്ത് PSC ചെയർമാൻ്റെയും മെമ്പർമാരുടെയും ശമ്പളം 4 ലക്ഷത്തിന് മുകളിലായിട്ട് മാസശമ്പളമാണ്, ഒരു വർഷത്തെ ശമ്പളമല്ല, മാസശമ്പളമായിട്ട് ഉയർത്തുകയാണ്. മുഖ്യമന്ത്രിയുടെ PR ഏജൻസി അവർക്ക് നൽകുന്ന പ്രതിഫലം വർദ്ധിപ്പിക്കുകയാണ്, ഗണ്യമായ രൂപത്തിൽ വർദ്ധിപ്പിക്കുകയാണ്. വന്യമൃഗശല്യം കേരളത്തിൻ്റെ പൊതുവിഷയമാണെങ്കിൽ അത് നിലമ്പൂരിൻ്റെ പ്രത്യേകമായ പ്രശ്നമായിട്ട് വർഷങ്ങളായിട്ട് നിലനിൽക്കുന്നു. അതിന് പരിഹാരമില്ല. അവിടെ ആ പയ്യൻ മരണപ്പെട്ടിട്ട് 15 വയസ്സുകാരൻ അനന്തു മരണപ്പെട്ടതിന് ശേഷം ഗവൺമെൻറ് സ്വീകരിച്ച നിലപാടുകൾ വനമന്ത്രിയുടെയും CPM സംസ്ഥാന സെക്രട്ടറിയുടെയും അബദ്ധജടിലമായിട്ടുള്ള പ്രസ്താവനകൾ തിരുത്താൻ വനമന്ത്രി നിർബന്ധിതനായെങ്കിൽ പോലും അവരുടെ മനോഭാവം എന്ത് എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. മലപ്പുറം ജില്ലയെ മുഖ്യമന്ത്രി മാത്രമല്ല CPMൻ്റെ നേതാക്കന്മാർ ഒന്നൊന്നായി ഓരോരുത്തരായി കടന്നാക്രമിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. മലപ്പുറം ജില്ലയെ ആക്ഷേപിച്ചതിന് ജനങ്ങൾ മറുപടി പറയും. ഇത്തരത്തിലുള്ള അഴിമതി മുഖ്യമന്ത്രിയുടെ കുടുംബം തന്നെ പ്രതിക്കൂട്ടി നിൽക്കുകയാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഞങ്ങൾ ഉയർത്തിയത്. അതിന് ജനങ്ങൾ ഞങ്ങളുടെ കേസിന് അനുകൂലമായിട്ട്, ഞങ്ങളുടെ വാദങ്ങൾക്ക് അനുകൂലമായി ജനങ്ങൾ വിധിയെഴുതിയിരിക്കുന്നു. LDF സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങളെ തുറന്നു കാട്ടുന്നു.